ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമ്മളെ മധ്യയിൽ ദൈവം നമുക്കായി തന്ന ആ വലിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായ ഒന്നും ഈ ഭൂമിയിലില്ല. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് വിഷയത്തിനകത്തും കർത്താവ് നമുക്ക് മറുപടി തരും. കർത്താവിന് മറുപടി തരുവാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ലോകത്തിനകത്തില്ല. ഏത് കാര്യവും മനുഷ്യന് സാധ്യമെങ്കിൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. യഹോവയുടെ കരം കുറുങ്ങിപ്പോയിട്ടില്ല. ഒരു കാര്യത്തിനകത്തും യഹോവയുടെ കരം കുറുങ്ങിപ്പോയിട്ടില്ല. യഹോവയെ കഴിയാത്ത കാര്യമില്ല. ഇന്ന് ഈ വചനങ്ങളെല്ലാം അങ്ങോട്ടും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് ദൈവത്തിന്റെ മറുപടിയുണ്ട്. ഇന്ന് പകല് കന്യാഴ്ചകളിൽ നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്ന മുമ്പേ ഞാൻ ഇവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് പകല് സ്തോത്രം രാവിലെ അമ്മികാലയെ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഇന്ന് സഭയ്ക്കകത്ത് തുടക്കത്തിനകത്ത് ദൈവം തന്ന ഒരു ദൂതുണ്ട്. വചനത്തിനകത്തും തന്ന ദൂതുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. അത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാ. കർത്താവിനോട് പറഞ്ഞ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുമ്പോഴനുസരിച്ച് അതിനകത്ത് പുതിയ ചില ദൂതുകളെ ദൈവം തുറന്നു തരും. ദൈവം എങ്ങനെയാണ് നമ്മളെ കരുതുന്നത്? നമ്മുടെ ദേശത്ത് നമ്മൾ വസിക്കുന്ന ഭവനത്തിനകത്ത് സ്തോത്രം നമ്മുടെ നാട്ടുകാരുടെ മധ്യേ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളുടെ മധ്യേ സ്തോത്രം നമ്മുടെ ദേശത്തിനകത്ത് നമ്മളെ ദൈവം എങ്ങനെയാണ് കരുതുന്നത്? സ്തോത്രം. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവജനത്തെ എങ്ങനെ കരുതും? അപ്പൊ ദൈവം എനിക്ക് തന്ന വാക്യമാണ്, ഏലിയാവ് ക്ഷാമമുണ്ടായപ്പോൾ, പ്രതികൂലമുണ്ടായപ്പോൾ തോടിനരികെ ഇരുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സറാഫത്തിലേക്ക് ചെല്ല്, അവിടെ ഞാൻ ഒരു വിധവയെ ഒരുക്കിയിട്ടുണ്ട്. വിധവ സമ്പത്തുള്ളവളൊന്നുമല്ല, വലിയ സമ്പത്തും ആഡംബരത്തോടെ അല്ലെങ്കിൽ വലിയ ധനം കൂട്ടിവെച്ച് ജീവിക്കുന്നവളൊന്നുമല്ല. അതിനെ അവളെ വിധവയെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഭർത്താവില്ല, ഏക ഒരു മകന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അടുത്തൊരു വാക്യത്തിനകത്ത് വരുമ്പോൾ ഒരു വാക്യോട് പറയുന്നു, കർത്താവ് ആ വചനം വെളിപ്പെടുത്തിയപ്പോഴാ ഞാൻ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ച, ദൈവത്തെ മഹത്വപ്പെടുത്തി. കാര്യം എന്തുവാ? സറാഫത്തിൽ അനേകം വിധവമാരുണ്ട്. അവിടെ ഒന്നും അല്ല ചേട്ടൻ. സറാഫത്തിലെ ആ ദേശത്തെ ആ പട്ടണത്തിനകത്ത് അനേകം വിധവമാരുണ്ട്. പക്ഷെ സറാഫത്തിലെ വിധവയുടെ വീട്ടിലോട്ടാ ആരെ വിട്ടത്? ദൈവം ഏലിയാവിനെ വിട്ടത്. എന്തിനാ? ആ വിധവയെ മോനെ ദൈവത്തിന് കരുതണമെന്നൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്തോത്രം. മറ്റാരെ കരുതണോ കരുതത്തെ എന്നല്ല വിഷയം. ദൈവത്തിന് ഇവിടെ കുടുംബത്തെ കരുതണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചു, അതിനെന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഇവർക്ക് എന്തോ ഉള്ളത്, കരുതുവാൻ എന്തോ അവർക്ക് ഉള്ളത്. അറിയപ്പെട്ട ആളാണോ? ഒന്നും അല്ല. കരുതപ്പെട്ട എന്തോ അല്ല. സംതിങ് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യമുണ്ട്. ഏലിയാവ് ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ ഭവനത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്തോ? വിറവിറക്കിക്കൊണ്ടിരിക്കുക. ഏലിയാവ് ചെന്നിട്ട് ആദ്യം പറയുന്നത് കുടിക്കുവാൻ കുറച്ച് വെള്ളമാണ് ഏറ്റവും ക്ഷാമമാണ്. വെള്ളത്തിന് ഭയങ്കര വിലയുള്ള സമയമാണ്. അവിടെ അതെന്ത് ചെയ്യും? കുടിക്കാൻ അങ്ങോട്ട് എടുത്തോണ്ട് പോയപ്പോഴേ ഏലിയാവ് പറഞ്ഞു, അവിടെ നിൽക്കുക, വെള്ളത്തോടൊപ്പം ഒരു അടയോട് കൊണ്ടുവരാം, ഒരപ്പോടും എടുത്തോണ്ട് വരാം. അവൾ എടുത്തതായി പറഞ്ഞു, ഒരു പിടി മാവുണ്ട്, കുറച്ച് എണ്ണയുണ്ട്, തുരുത്തി. ഇത് ഉണ്ടാക്കിയിട്ട് ഞാനും എന്റെ മോനും മരിക്കാൻ പോകും. ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും അത് മരിക്കാൻ പോകും. ഇന്ന് പകല് ദൈവവചനം കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു ഒന്നുമില്ല, ഞാൻ മരിക്കും. ഇല്ലയോ? നമുക്ക് ഈ ഒന്നും ഇല്ലാത്തപ്പോഴാ എന്ത് വരുന്നേ? ചിന്ത വരുന്നേ. എല്ലാം ഉള്ളപ്പോ ഈ ചിന്ത വരുമോ? മരിച്ചാൽ മതി കർത്താവ്. ഞാനും ചിലപ്പോ ചില സന്ദർഭത്തെ ഓർക്കും, കർത്താവ് ഇനി മതി, എനിക്ക് ജീവിക്കാൻ മരിച്ച ഒളിച്ചോട്ടോ. ഇതൊരു ഒളിച്ചോട്ടോ, തൽക്കാലമായി ഒളിച്ചോട്ടോ. അപ്പോഴെന്തെങ്കിലും സമൃദ്ധിയാണ് മരിക്കേണ്ടത്. ദാരിദ്ര്യമോ പ്രയാസമോ കഷ്ടങ്ങളോ രോഗങ്ങളോ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് മരിച്ചാൽ. ദൈവം തന്ന ആയുസ്സിനെ ദൈവത്തിന് മാത്രമേ എടുക്കാൻ പറ്റൂ, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം തന്ന ആയുസ്സിനെ കൂട്ടിക്കുവാൻ കഴിയും. നമുക്ക് കൂട്ടിയവരുണ്ട്,
വചനത്തിനകത്ത് പഠിക്കുന്നവരുണ്ട്, ആയുസ്സിനെ കൂട്ടിയെടുത്തവരുണ്ട്, പ്രാർത്ഥിച്ച് കൂട്ടിയെടുത്തവരുണ്ട്. സ്തോത്രം. ആ ആയുസ്സിനെ മതി എന്ന് പറയാൻ നമുക്ക് ഏലിയാവ് പറഞ്ഞു, മതി മതി ഇനി മതി എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സമയമുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ മുതൽ അമ്മ പോകുന്നവരെയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു സമയമുണ്ട്. നമ്മളെ കുറിച്ച് എല്ലാത്തിനും ദൈവം സമയം വെച്ചിട്ടുണ്ട്. വിതയ്ക്കാൻ, കൊയ്യുവാൻ, അമ്മയാളുകളെ കഴിക്കുവാൻ, എല്ലാത്തിനും ദൈവം ചെയ്യുന്നുണ്ട്, സമയം വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ വിടുതലിൽ കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ നീ ചോദിക്കാതെ തന്നെ ആര് വിടുതൽ തരും? കർത്താവ് തരും. നിന്നെ ഒരുക്കിയിട്ടേ തരത്തുള്ളൂ. സ്തോത്രം. നമ്മൾ തിങ്കളാഴ്ച മുതൽ ഇരിക്കാൻ പോകുന്ന 21 ദിവസത്തെ ഉപവാസം ഒരുക്കത്തിന്റെയാണ്. ആ ഉപവാസം കഴിയുമ്പോൾ പുറത്തു വരണം. പല വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരണം. പല രോഗത്തിൽ നിന്ന് പുറത്തു വരണം. പല ക്ഷീണാവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. പല ഞെരുക്കിക്കിടക്കുന്ന അമ്മ ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയാതെ ബന്ധിക്ക് കിടക്കുന്ന ചില വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരണം. അതിനെല്ലാം എന്ത് ചെയ്യണം? ഈ ഉപവാസം ഒരുക്കം പ്രാപിച്ചോ, ഒരുക്കം പ്രാപിച്ചോ, ഒരുക്കം പ്രാപിച്ചോ. ചിലവർ പറയും, ചിലവർ ആവതാരം ചെയ്യുന്നതുകൊണ്ടാണ്, ചിലവർ എനിക്കെതിരെ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുടുംബം, എൻ്റെ തലമുറയുടെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭവനത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം. ഒന്നും അല്ല ദൈവമക്കളെ. നീ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചാണോ? നിന്റെ ഭവനത്തിനകത്ത് എന്ത് വരണമെങ്കിലും ആരറിയണം? കർത്താവ് അറിയണം. കർത്താവ് അറിയാതെ ഒരുവന്റെ ആചാരത്തിനോ ക്ഷുദ്രപ്രവൃത്തിക്കോ ഒരുവന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന വിചാരമോ നിന്നെ ഭരിക്കത്തില്ല, നിന്റെ ജീവിതത്തിനകത്ത് ഭരിക്കത്തില്ല. കാര്യം എന്തുവാ? നീ യേശുവിന്റെ പൈതലാണ്. നീ യേശുവിന്റെ പൈതലാണ്. കാര്യം സാത്താന്റെ തലയെ തകർത്തവന്റെ യേശുവിന്റെ പൈതലാണ് നീ. ആ സാത്താന്റെ തലയെ തകർത്ത ആ സാത്താന് നിന്നെ, നിന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം നീ ദൈവത്തിന്റെ പൈതലാണ്. എന്തെങ്കിലും പ്രതികൂല പ്രതിസന്ധിയോ വരുന്നെങ്കിൽ നീ ക്ഷീണിച്ചു പോകുന്നോണ്ടാ വരുന്നത്. അത് നിന്നെ ബലപ്പെടുത്തുവാനാ. നീ ഓർത്തോണം, എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കഷ്ടം വരുന്നെങ്കിൽ അത് ദൈവം അറിയാതെ വരത്തില്ല. അത് ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ചു പോയത് കൊണ്ടാ ഞാൻ അതിനകത്ത് പ്രാർത്ഥിച്ച് ബലപ്പെടാനാ. ബലപ്പെടുമ്പോൾ ഞാൻ പുറത്തു വരും. സ്തോത്രം. ഞാൻ നേരത്തെ കൃഷ്ണനോട് പറഞ്ഞ രോഗം വരുന്നു, നമ്മളെ പഠിപ്പിക്കുക. അയ്യോ, ഞാൻ എങ്ങനെ കിടന്നതാ, ഈ 3-ാം ദിവസം ഞാൻ ചാടി എഴുന്നേറ്റല്ലോ, അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം ഞാൻ ചാടി എഴുന്നേറ്റല്ലോ, അല്ലെങ്കിൽ രോഗത്തിൽ വേദനപ്പെട്ട് കിടന്നുകൊണ്ടിരുന്നപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം എന്നെ വിട്ടുപോയല്ലോ. അപ്പൊ അത്രയും ഉള്ള എന്റെ മേൽ കിടക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളും പ്ലാനുകളും, രോഗമാവട്ടെ, ക്ഷീണമാവട്ടെ, സാമ്പത്തിക ഞെരുക്കമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറ നിനക്ക് എതിരെ നിൽക്കട്ടെ, എന്തോ ആവട്ടെ, ഇതെല്ലാം മാറ്റുവാൻ ദൈവത്തിന്റെ നിമിഷം മതി. ഇതെങ്ങനെ സംഭവിക്കും? പ്രാർത്ഥനയാലേ നടക്കും. പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് മതി. ഇതെല്ലാം നിനക്ക് ജയിക്കാൻ പറ്റും. ഈ പ്രതികൂലത്തെ എല്ലാം ജയിക്കാൻ പറ്റും. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മനസ്സ് നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിശ്ചയമായി നിന്റെ കുടുംബത്തെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിനകത്ത് നടക്കും. കാര്യം പ്രാർത്ഥനയാൽ മാത്രമേ ഇതിനെ ജയിച്ചു പുറത്തു വരാൻ പറ്റൂ. അതിന് ചൂട് എനർജി കിട്ടാൻ ഉപവാസം ഇരിക്കുന്നത്. ചില ജാതികൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും എന്ത് ചെയ്യത്തുള്ളൂ? അഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ ഏലിയാവ് വന്നു, വിധവയോട് പറയുക, ആഹാരം എടുത്തു. അപ്പഴ് പറയുക, വെള്ളം കൊണ്ട് തരാം, അപ്പം തരാൻ പറ്റത്തില്ല. എന്തോ കാര്യം? അത് കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ മരിക്കായിരിക്കും. ലാസ്റ്റ് ഒരു ഡിന്നറൂണും കഴിച്ച് ഞങ്ങൾ മരിക്കാൻ. അപ്പൊ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറയുന്നത് അങ്ങനുസരിച്ച്, ഞാൻ പറയുന്ന ആദ്യം നീ ചെയ്യും. സ്തോത്രം. കർത്തലൊന്നും പറഞ്ഞില്ല. മോനെ ഒന്നും അവിടെ കരുതിയില്ല. മോനെ കരുതിയോണ്ടാ ഈ അപ്പം ഉണ്ടാക്കാൻ പോയെ. അമ്മയും മോനും ഈ അപ്പം കഴിച്ചിട്ട് മരിക്കാതിരുന്നതാണ്. അവിടെ മോന്റെ കരുതലല്ല അവിടെ ഉണ്ടാകുന്നു. കാര്യം ദൈവപുരുഷൻ എന്തു പറഞ്ഞു? അതനുസരിക്കുവാൻ തയ്യാറായി. അനുസരിക്കുവാൻ തയ്യാറായി. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. സഭയ്ക്കകത്ത് ഇല്ലാതെ പോകുന്നത് ഇതാ അനുസരണം. ഇന്ന് ദൈവപുരുഷൻ ആരാണെന്നോ, ദൈവപുരുഷൻ എന്താണെന്നോ, ദൈവസഭ എന്താണെന്നോ, ദൈവ സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഇന്നെല്ലാം മത്സരത്തിന്റെ ബുദ്ധിയാണ്. മത്സരത്തിന്റെ ബുദ്ധിയാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. സ്തോത്രം. വ്യക്തമായിട്ട് പറയാം. നമ്മള് സ്തോത്രം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയും,
ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയാം അപ്പോര ബുദ്ധിയാണ്. നമ്മൾ പറയാറില്ലേ ഓര കഴിവാ. കാര്യം എന്തുവാ? ഏതിലാ ഈ ബുദ്ധി ഉണ്ടെന്ന് കൂടുതലായിട്ട് പറയുന്നത്? ഏതില ഇന്നത്തെ തലമുറ നോക്കി ഏതില ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത്? സ്തോത്രം. അത് ഏതില നമ്മൾ ബുദ്ധി ഉണ്ടെന്ന് കൂടുതലായിട്ട് പറയുന്നത്? കാര്യം എന്തുവാ? നമ്മളെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങളെല്ലാം ഇതെടുത്തെല്ലാം കൊടുത്ത നിമിഷ നേരം കൊണ്ട് അവർ ശരിയാക്കും. ഇല്ലയോ? ചില പേട്ടാക്കുട്ടകളെല്ലാം കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയുള്ള നേട്ടാക്കുട്ടകൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ട്രെയിനിൽ പോയിട്ട് ബസ്സിൽ പോയിട്ട് നമ്മൾ ഓരോ മാളുകളിൽ പോയിട്ട് ഇരിക്കുന്ന കാണണം, കയ്യിലിരിക്കുന്ന കാണണം. പിന്നെ അവര് കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റി, അടുത്ത പരിപാടികൾ, പാട്ട് പഠിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മൾ കഴിവോ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ കഴിവാ. ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ തലമുറ മന്ദബുദ്ധികളാ, കഴിവില്ല. ഇതൊന്നുമല്ല കഴിവ്. പഴയ തലമുറ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവ മനുഷ്യൻ എന്ന് പറയുന്ന തലമുറയുടെ അകത്ത് വന്നതാണ് നമ്മളല്ല. ഇന്നത്തെ ഈ തലമുറ വരെ അന്ന് പഴയ തലമുറയുടെ കഴിവുകൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ ഓരോ ട്രാവൽ ചെയ്യുന്നത്, ഓരോ സ്ഥലത്തെല്ലാം ടൂർ പോകാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ ചില ബിൽഡിംഗ് എല്ലാം പണിത് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചില തുരങ്കങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണുവാൻ, ഇടുക്കിയിലെല്ലാം പോയ തുരങ്കം കാണാൻ പറ്റും. JCB ഇല്ല, കട്ടറില്ല, ഒന്നുമില്ല. വേറൊരു കൈകുളിയാൽ പാരയാൽ ഒരു ചുറ്റിയില കൊണ്ട് അയച്ചുണ്ടാക്കിയതാണ്. എത്ര നാളുകൾ വരുന്നവരുണ്ടാക്കിയതാണ്. സ്തോത്രം. ഇന്ന് JCB കൊണ്ട് ഉണ്ടാക്കിയ പല തുരങ്കങ്ങളും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇതൊന്നും ഇടിഞ്ഞു വീണത്തില്ല, തൊട്ടിട്ടില്ല. ഞാൻ ഓർക്കുക, അതേപോലെ ഓരോ ബിൽഡിങ്ങിന്റെ പണികൾ അന്നത്തെ കാലത്ത്, അന്ന് JCB ഇല്ല, അന്ന് മിഷൻസ് ഇല്ല. ഇന്ന് കണ്ടുപിടിച്ച് മിഷൻ കണ്ടുവച്ചേക്കുക. ഇന്ന് അവര് പണിയുന്ന പോലെ ഒരു കെട്ടിടം പണിയാൻ കഴിയത്തില്ല, ഒരു എഞ്ചിനീയറിനും കഴിയുന്നില്ല. സ്തോത്രം. ഇന്ന് പണിയുന്ന വീട് കൂടിപ്പോയ മാക്സിമം ആയുസ് 30 വർഷം അല്ലെങ്കിൽ 50 വർഷം. അവര് വന്നത് 3000 വർഷമായിട്ട് തൊട്ടിട്ടില്ല, ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. സ്തോത്രം. അപ്പൊ അവർക്കാണ് കഴിവ്, ഇപ്പോഴത്തെ തലമുറയ്ക്കാണ് കഴിവ്. ഇന്ന് കണ്ടുപിടുത്തവും മിഷൻസും എല്ലാം ഉണ്ട്. ഇന്ന് ഭയങ്കര കഴിവുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കഴിവുണ്ടെന്ന് അഹങ്കരിക്കുന്നതല്ലാതെ ഒരു കഴിവുമില്ല. ഇന്ന് അവര് കണ്ടുപിടിച്ചതിന്റെ ബാക്കിയും അവര് കണ്ടുപിടിച്ചത് കണ്ട് ചെയ്യുക, കോപ്പി ചെയ്തുകൊണ്ട് പോവുക ഇന്നത്തെ തലമുറ. ഫോൺ കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ കൊടുക്കുന്നതെല്ലാം ബുദ്ധിയൊന്നും അല്ല. ഇതെല്ലാം അവരുടെ ബുദ്ധി എന്ത് ചെയ്തുകൊണ്ട് മന്ദിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ബുദ്ധിയെ അമികാലിലെ ലഹരി കൊണ്ട് മന്ദിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ തലമുറ. ലഹരിയാലും ബുദ്ധിയെ നീതൊന്ന് കെട്ടിക്കൊണ്ടിരിക്കുക. ദൈവം കൊടുത്ത, ദൈവത്തിന്റെ സ്വരൂപത്തിൽ കൊടുത്ത രൂപത്തെ, ഭാവത്തെ, ബുദ്ധിയെ, ജ്ഞാനത്തെ തകർത്തുകൊണ്ടിരിക്കും ഇന്നത്തെ തലമുറ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് കണ്ടു. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ അതിനകത്ത് ചില വാക്ക് മാത്രം സ്തോത്രം കോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പണ്ട് സ്തോത്രം എന്റെ കൊച്ചിനെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും കളിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരുമായിട്ട് സംസാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴ് ഏതാണെന്ന് അറിയണ്ട ഒരു പ്രായമുള്ള ഒരാൾ അങ്ങോട്ട് വന്നിട്ട് എന്താ പറഞ്ഞാൽ പറന്ന് നമ്മൾ വീട്ടിൽ ചെന്നു ഇല്ലയോ? എന്നിട്ട് വീടിന്റെ അവിടെ നോക്കി ഇയാൾ പോയോ ഏതാണെന്നും അറിയത്തില്ല. കാര്യം നമ്മൾ ഓടി എന്തിനു വേണ്ടിയാ? പ്രായമുള്ള മനുഷ്യൻ, ഭയമുണ്ട്. ആ പ്രായമുള്ള മനുഷ്യനെ ഭയമുണ്ട്, ബഹുമാനമുണ്ട്. അതുപോലെ പ്രായമുള്ള ഒരു മനുഷ്യനെ കയറി ശങ്കരാന്ന് വിളിക്കൂ, പേടിയോ? അല്ലയോ? പേടിയോ? ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന അടി അവിടുന്ന് കിട്ടും ഇല്ലയോ? ഇന്ന് പ്രായമുള്ളതൊന്നുമില്ല. എത്ര പ്രായമുള്ളവനെ കൊച്ചു പിള്ളേർ വന്ന് അടിക്കുന്ന അടിയെല്ലാം കാണുമ്പോഴും ഞാൻ ഒത്തും ഇത്രയും മൃഗ സ്വഭാവം പിടിച്ച തലമുറയാണോ, അവനാണോ സ്തോത്രമാരിൽ വളർന്നിട്ടുള്ളത്? അവന്റെ ബുദ്ധിയാണോ വലുത്? അതിലും വലിയ ബുദ്ധി നേരത്തെയുള്ള ആൾക്കാർക്ക്. കാര്യം എന്തുവാ? ഒരു ബഹുമാനം, റെസ്പെക്ട്, സംസാര രീതിക്ക്. സ്തോത്രം. ആ തള്ളയടിക്കുന്നു. പ്രായമുള്ളവരെ അവരുടെ പ്രായം നോക്കാതെ സമൂഹത്തിൽ ഇറങ്ങിക്കാനായിട്ട് വിളിക്കുന്ന വിളികൾ, ചീത്തവിളി, ഇതെല്ലാം എന്തുവാ? മദ്യം കൊണ്ടുവന്ന്, ലഹരി കൊണ്ടുവന്ന് മന്ദിച്ചു വെച്ചിരിക്കുന്ന ബുദ്ധിയെ.
സ്തോത്രം. ഇതാണോ ബുദ്ധി? നിന്റെ ബുദ്ധി നശിച്ചുകൊണ്ടിരിക്കുക, നിന്റെ പ്ലാൻ പദ്ധതി മറിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യനോട് ഒരു മനുഷ്യന് ഒരു ബഹുമാനമില്ല, സ്നേഹമില്ല. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് ഇല്ല, സംസാരത്തിനകത്ത് റെസ്പെക്ട് ഇല്ല. പണ്ട് പരിചയമൊന്നും വേണ്ട, റെസ്പെക്ട് ഉണ്ട്. പ്രായം അനുസരിച്ച് നമ്മൾ സംസാരിക്കും, ഇല്ലയോ? പ്രായമുള്ളവരുടെ അടുത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ നിൽക്കത്തില്ല. ഇന്നത്തെ പ്രായമുള്ളവരെല്ലാം പ്രശ്നമുണ്ട്. ചെറുപ്പക്കാരെ മാത്രമല്ല, പ്രായമുള്ളവർക്ക് എവിടൊക്കെ എന്തൊക്കെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. നേരത്തെ അവരുടെ പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നു. ഇന്ന് പ്രായത്തിൽ അവൻ കുറഞ്ഞവന്റെ കൂടെ ഇരുന്നോണ്ടാ കമ്പനി കൂടുന്നത്. പിന്നെ അവൻ സംസാരിക്കാതിരിക്കും. അവനോടാ അവന്റെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നത്. മറ്റേ പ്രായമുള്ളവന്റെ അടുത്ത് മാത്രമേ അവൻ സംസാരിക്കത്തുള്ളൂ. അവന് ഒരു പക്വതയോടാ കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ലോകം ഏറ്റവും വിളക്ഷമാക്കിയിരിക്കുക. ഞാൻ ഓർക്കുക, ഇന്നത്തെ കണ്ടുപിടുത്തമൊന്നും അല്ല കണ്ടുപിടുത്തം, അന്നത്തെ കണ്ടുപിടുത്തം. ഒരു ഗുളിക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുറ്റിയലുണ്ടെങ്കിൽ അവൻ പല പ്ലാനുകളും ചെയ്യും. അതുപോലെ ഇന്ന് ചെയ്യൂ. ഇന്ന് ചെയ്യണമെങ്കിൽ മിഷ്യൻ വേണം. സ്തോത്രം. അപ്പോഴേ മിഷ്യനാ പ്രാധാന്യം, മനുഷ്യനല്ല പ്രാധാന്യം. ഇന്ന് അതേപോലെ തന്നെ ഇരിക്കുക. ഇന്നത്തെ ലോകം അതേപോലെ ഇരിക്കുക. മിഷ്യനും അവൻ കണ്ടുപിടുത്തത്തിനാ പ്രാധാന്യം. മനുഷ്യൻ എന്നില്ല, പ്രാധാന്യമില്ല. സ്തോത്രം. ഞാൻ ഓർക്കുക, നമ്മുടെ തലമുറയൊന്നും അങ്ങനെ ആവില്ലേ. നമ്മുടെ തലമുറയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം കൊടുക്കണം. സ്വന്തക്കാർക്ക് മാത്രമല്ല, നാട്ടിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കണം. ഞാൻ ഓർക്കുക, നാട്ടിലുള്ളവർ പോലും പണ്ട് നമുക്കറിയാത്തവർ പറഞ്ഞാൽ പോലും നമ്മൾ കേൾക്കും. കാര്യം നമ്മൾ പ്രായത്തെ ബഹുമാനിക്കും. അങ്ങനെ ഒരു വാക്കുണ്ട്, പ്രായത്തെ ബഹുമാനിക്കും. ഇന്ന് സ്വന്തത്തിലുള്ളവർ പറഞ്ഞാൽ പോലും എന്തില്ല, കേൾക്കുന്നില്ല. ആ മക്കളോട് അപ്പം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സ്തോത്രം. അത്രയ്ക്ക് മ്ലേച്ഛമായ ലോകത്തിലാണ് ഇന്നത്തെ തലമുറ വസിക്കുന്നത്, അല്ലയോ? ഇന്ന് കല്യാണം കഴിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ പലപ്പോഴും പല സഭകളിലും പ്രസംഗിക്കുന്നു. ദൈവവചനം പ്രസംഗിച്ചു പറയുമ്പോൾ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ, നിങ്ങളെ മോളെ ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവ ഭയമുള്ള, ദൈവവചനത്തിന് കീഴ്പ്പെടുന്ന, ദൈവ പ്രാർത്ഥനയുള്ള, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭവനത്തിലേക്ക് എന്റെ മോളെ അയക്കാൻ ദൈവം ഭാഗ്യം നൽകണം. അതെന്നെ മോള് ജനിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിച്ചോളാം. കല്യാണ സമയത്തല്ല പ്രാർത്ഥിക്കേണ്ടത്, ജനിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിച്ചോളാം. അതേപോലെ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അവന് വരുന്ന പങ്കാളി നല്ല ആത്മീയമുള്ള കുടുംബത്തിനകത്തുനിന്ന് വരണം, ദൈവത്തെ കീഴ്പ്പെടുന്ന കുടുംബത്തിനകത്തുനിന്ന് വരണം, ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബത്തിനകത്ത് വരണം. അല്ലാതെ വിദ്യാഭ്യാസമോ പണമോ പൊക്കമോ ഉയരമോ നോക്കി പോവല്ലേ. നീ എന്നും ദൈവത്തിന് കോട്ടം കൊടുത്തു പോകണം. ദൈവത്തെ ഭയപ്പെടുന്ന ഭവനമാണോ അവിടെ നിന്ന് വരുന്ന പൈതൽ നിനക്കൊരു അനുഗ്രഹമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു പൈതൽ നിന്റെ കുടുംബത്തിനകത്ത് വന്നാൽ നിനക്ക് അനുഗ്രഹമാണ്. അതേപോലെ തിരിച്ചും അമികാലൊരു സ്തോത്രമാലിൽ കയറി വരുന്നത് ദൈവത്താൽ അനുഗ്രഹപ്പെട്ടതാണെങ്കിൽ ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥനയ്ക്ക് കൃപാവരമുണ്ടോ എന്ന് ആദ്യം നോക്കണ്ടേ. അല്ലാതെ ജോലിയോ വിദ്യാഭ്യാസമോ അല്ല നോക്കേണ്ടത്, പണമല്ല നോക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കകത്ത് വില കൊടുക്കുന്നവനാണോ, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവനാണോ, അവനാ നിന്റെ കുടുംബത്തിനകത്ത് വന്ന് നിന്റെ മകളെ കല്യാണം കഴിക്കുന്നെങ്കിൽ, അതേപോലെ സ്തോത്രമാലിൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മരുമോള നിന്റെ കുടുംബത്തിനകത്ത് വരുന്നെങ്കിൽ, നിശ്ചയമായി നിന്റെ കുടുംബം അനുഗ്രഹപ്പെടും. ആ അനുഗ്രഹത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അടക്കി വെക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ചെറുപ്പക്കാർ സ്തോത്രമാലിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നലെ സ്തോത്രമാലിൽ എന്റെ കൂടെ അമ്മയാലെ സ്തോത്രം 1ാം ക്ലാസ് മുതൽ പഠിച്ചവനാ. ഇന്നലെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പദവിയുണ്ട്. സ്തോത്രം. കാര്യം എന്തുവാ? വെള്ളമണിയ ഭാര്യ. എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കള്, ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളെ എടുത്തു നോക്കിയപ്പോൾ നോക്കിയ സുഹൃത്തുക്കൾക്കെല്ലാം ഡൈവോഴ്സിന്റെ വക്കത്ത. ഒന്നി പിണങ്ങിക്കുമായിരിക്കും, അല്ലെ ഡൈവോഴ്സ് ആക്കിയതായിരിക്കും. സ്തോത്രം. അല്ല സ്തോത്രം എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓർക്കും, എന്നെ ദൈവം എന്ത് ശ്രേഷ്ഠമായിട്ടാണ് വിളിച്ചത്, എന്നെ എന്ത് ശ്രേഷ്ഠമായിട്ടാണ് ദൈവം പോറ്റുന്നത്. സ്തോത്രം. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ സമാധാനം, ആ സമാധാനത്തിന് അപ്പുറമായി മറ്റൊന്നുമില്ല. സമാധാനം ഉള്ളിടത്തെ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്നതെങ്കിലേ ദൈവത്തിന് പ്രാപിക്കാൻ പറ്റും. എന്തുവാ വേണ്ടേ? സമാധാനം ദൈവത്തിനുണ്ടാകും. സ്തോത്രം. ഞാൻ അതിനകത്ത് വലിയ സന്തോഷിച്ചു. കഴിഞ്ഞ സ്തോത്രം വേറൊരു ഈ കൊട്ടാരക്കര കോടതിയിലെ സ്തോത്രം അറിയപ്പെടുന്ന ഒരു വക്കീലാണ്, അഡ്വക്കേറ്റാണ്. സ്തോത്രം. ഇവന്റെ ജ്യേഷ്ഠൻ സ്തോത്രം അരളിയ ഇന്ന് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര പട്ടണത്തിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ടോപ്പ് നേതാവായിരുന്നു. സ്തോത്രം. നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്തോത്രം പാർട്ടി അദ്ദേഹത്തെ പഠിപ്പിച്ചു. പാർട്ടി ഓഫീസിലായിട്ട് കിടക്കുന്നു, വീട്ടുകാരെ അടിച്ചിറക്കി വിട്ടു പാർട്ടി എന്ന് പറഞ്ഞ സ്തോത്രം. അദ്ദേഹം ചെയ്തു, പഠിച്ചു, നല്ലോണം പഠിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനാണ്.
അധ്യാപകനായപ്പോൾ സ്തോത്രം അദ്ദേഹത്തെ കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവ് യേശുവിനെ കണ്ടുമുട്ടി. അയാൾ ഉടനെ എന്ത് ചെയ്തു? എല്ലാം വിട്ട് പാസ്റ്റർ. കുണ്ട്ര സഭയുണ്ട് പുള്ളിക്ക്, സ്തോത്രം ഹല്ലേലൂയ. കുണ്ട്ര പുള്ളിക്ക് സഭയുണ്ട്, പുള്ളി പാസ്റ്ററായി, ശക്തമായ പാസ്റ്റർ. അധ്യാപകരുണ്ട്, അധ്യാപകരുണ്ട്, പക്ഷെ പാസ്റ്റർ, ഒരു സഭയുടെ പാസ്റ്റർ. പുള്ളി പാർട്ടി വിട്ട് ഇന്ന് പാർട്ടിയിൽ ഈ തല കാണിക്കുന്നവർക്കെല്ലാം പുള്ളിയുടെ കീഴിലായിരുന്നു. എനിക്ക് നല്ലോണം അറിയായിരുന്നു, ഇന്ന് തല കാണിക്കുന്ന പല നേതാക്കന്മാരും പുള്ളിയുടെ കീഴിലായിരുന്നു. സ്തോത്രം. ബാലഗോപാലിനെ ബാലഗോപാൽ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അധികാരത്തോട് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു. അങ്ങനെ അന്ന് മുതലേ പുള്ളിയുണ്ട്, ബാലഗോപാലൻ കയറി വരുന്ന മുമ്പേ പുള്ളിയുണ്ട് അവിടെ ഇതിനകത്തുണ്ട്. സ്തോത്രം. ആ വ്യക്തിയുടെ അനിയനാണ് ഇദ്ദേഹം, ഞങ്ങളെല്ലാം പഠിപ്പിച്ച അധ്യാപകനായ അദ്ദേഹം പാസ്റ്റർ. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഇതിന്റെ പാസ്റ്റർ ആയതിന് ഇവൻ കഴിഞ്ഞ വർഷം ബന്ധുക്കോസുകാരെല്ലാം കളിയാക്കി ഒരു ഫേസ്ബുക്കിനകത്തെല്ലാം ഒരുപാട് കമന്റ് പറഞ്ഞ് ഇട്ടവനാണ്. ഇവൻ മരിച്ചപ്പോ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടു. ഒരു പള്ളിയിൽ പോകുന്നവരാണ്. മരിച്ചു കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ ദൈവത്തിന്റെ ദാസന, അദ്ദേഹത്തിന്റെ ഇളയ അനിയന, 3 ആൺമക്കളാണ്, ഇളയ അനിയനെ. ഇവന്റെ വീട്ടിലുള്ള എല്ലാ കാര്യത്തിനകത്തും പുള്ളി ഉണ്ടായിരുന്നു, എല്ലാ ശുശ്രൂഷയ്ക്കകത്തും പുള്ളി ഉണ്ടായിരുന്നു. പള്ളിയിലോട്ട് കൊണ്ടുപോകും പുള്ളി പ്രയോജനം. കാര്യം പുള്ളിക്കറിയാം പുള്ളിയുടെ അനിയന ചെയ്യേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്ത്, അല്ലാതെ പള്ളിയിൽ പോയി എന്റെ അനിയനാന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ചടങ്ങും കാര്യത്തിനകത്തൊന്നും ആരില്ലായിരുന്നു, പുള്ളിയില്ല. പുള്ളി എന്തുകൊണ്ടാ? പുള്ളി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു പാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് ഒരു മാതൃകയുണ്ട്. ഇന്ന് ബന്ധുക്കോസുകാർ പലർക്കും ഇല്ല, എവിടെയും കയറി ചെല്ലും, എവിടെയും പോയി നിൽക്കുന്നതാണ്. സ്തോത്രമല്ലിയ. ബന്ധുക്കോസുകാരെ ചെല്ലേണ്ട അടുത്ത് ചെല്ലാവും. അത് ബന്ധുക്കളെ മരണമായാലും ബന്ധുക്കളെ കല്യാണമായാലും. ഇന്ന് ബന്ധുക്കോസുകാരെ ചില ബന്ധുക്കോസ് കല്യാണത്തിന് പോലും പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇറങ്ങിപ്പോണ്ട വരും. ആ രീതിയിലുള്ള കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്തോത്രം. ഇതിന്റെ കാര്യം എന്തുവാ? ബുദ്ധി വളർന്ന് പിള്ളേരുടെ കാലമില്ല, പിള്ളേരുടെയും പിള്ളേരുടെയും കാലമൊന്നുമില്ല. അന്നും ഇന്ന് ഈ ബൈബിൾ മാറിയിട്ടില്ല, യേശു ക്രിസ്തു മാറിയിട്ടില്ല, വചനം മാറിയിട്ടില്ല. കാലത്തിനനുസരിച്ച് വചനം മാറിയിട്ടുണ്ടോ? വചനം അന്നും ഇന്നും ഒരേപോലെ. അന്നും നിന്റെ കാട്ടിയും ബുദ്ധി ഉള്ളവനാ ഇതിന് കീഴ്പ്പെട്ട് അനുസരിച്ച് ഇതിനെ ഭയപ്പെട്ട് ഇറങ്ങിയത്. ഇന്ന് നിന്റെ കാട്ടിയും ബുദ്ധി ഉള്ളവനാ, നിന്റെ മന്ദിപ്പിക്കുന്ന ബുദ്ധിയല്ല, ഉണർവിന്റെ ബുദ്ധിയിലുള്ളവരാ ഇന്ന് ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. അന്ന് എടുത്തുകൊണ്ട് നടന്നതുകൊണ്ടാ ഇന്ന് പല സഭകളും വളർന്നു വന്നത്. അന്ന് പിതാക്കന്മാര് ബൈബിൾ എടുക്കേണ്ട രീതി എടുത്ത് ബൈബിളിന് വില കൊടുക്കേണ്ട രീതി വില കൊടുത്തുകൊണ്ടാണ് ഇന്ന് പല സഭാഹുകൾ കാണുന്നത്. ആ വലിയ കൂട്ടം ബിൽഡിങ്ങുകൾ കാണുന്നത്, കൂട്ടം ആമികാലത്തിന്റെ സ്തോത്രം കുടുംബങ്ങളെ കാണുന്നത്. ഇതിന്റെ എല്ലാ കാര്യം എന്തുവാ? അന്ന് പിതാക്കന്മാര് ഈ ബൈബിളിന് വില കൊടുക്കേണ്ട രീതിയിൽ വില കൊടുത്ത് ഈ ബൈബിളിനെ ചുമന്നതുകൊണ്ട് ദൈവം തന്നത്. സ്തോത്രം. അല്ലാതെ ഇന്നത്തെ പിള്ളേര, ഇന്നത്തെ തലമുറ അങ്ങനൊന്നുമില്ല. അന്നത്തെ ഒന്നും തലമുറകളൊന്നുമില്ല. ബുദ്ധിയെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ തലമുറയുടെ വെട്ടത്ത് വരത്തില്ല ഇന്നത്തെ തലമുറ. സ്തോത്രം. ഇന്നത്തെ തലമുറ ആമികളിൽ അപ്പനേതാ അമ്മയേതാ സഹോദരനേതാന്ന് തിരിച്ചറിയാത്ത തലമുറയാ, പാപത്തിൽ പോകുന്ന തലമുറയാ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരിടത്ത് പ്രായമുള്ളവരെ തല്ലുന്നതിനകത്തൊന്നും ഒരു മയമില്ല. അദ്ദേഹത്തിന്റെ മോന്റെ പ്രായം കാണും, അല്ലെങ്കിൽ കൊച്ചുമോന്റെ പ്രായം കാണും. കാര്യം അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്, ആ കൾച്ചറാ പഠിപ്പിച്ചിരിക്കുന്നത്. തല്ല് ഒന്നിനും പരിഹാരമല്ല. സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതൊന്നും വാക്കുപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. സ്തോത്രം. അങ്ങനെ സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. നമ്മളെ തലമുറ അങ്ങനെ പഠിപ്പിക്കണം. നമ്മളെ തലമുറ ചിലപ്പം ഇദ്ദേഹത്തിന്റെ ബുദ്ധിയുള്ളവനാവോ. പണ്ടും നമ്മുടെ നാട്ടിൽ ബുദ്ധി കുറഞ്ഞവനായാലും നമ്മുടെ പ്രായത്തെ ബഹുമാനിക്കും, ഇല്ലയോ? ആ തലമുറ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആരെ അനുഗ്രഹിക്കാതിരുന്നിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് കുറവ് വരാതിരുന്നിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് വല്ല കുറവ് വന്നോ? നമ്മൾ പ്രായമുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രായമുള്ളവരെ അവരുടെ വാക്കുകളെ കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ മിണ്ടാതിരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറവ് വന്നോ? സ്തോത്രം. ഇന്ന് ഉപദേശിക്കുവാൻ പ്രായമുള്ളവന് യോഗ്യതയില്ല. പല പ്രായമുള്ള വ്യക്തികൾക്കും ഉപദേശിക്കുവാനും യോഗ്യതയില്ല. ആ രീതിയിലേക്ക് മ്ലേച്ഛമായ ലോകത്തിലേക്ക് ആര് വസിക്കുന്നത്? നമ്മൾ വസിക്കുന്നത്. സ്തോത്രം. നമ്മളെ തലമുറയെ പഠിപ്പിക്കണം. നമ്മളെ തലമുറയെ മുന്നോട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുപ്പിക്കണം. പ്രാർത്ഥനയോട് അടുപ്പിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമ്മളെ തലമുറയെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് കുറെയെല്ലാം സംസാരിക്കാൻ പറ്റും. സംസാരം നിർത്തി വെച്ചിട്ട് പ്രാർത്ഥിച്ചോണം തലമുറയ്ക്ക് വേണ്ടി. തലമുറയുടെ പ്രാർത്ഥനയെ മാത്രമേ ആരെ മാറ്റാൻ പറ്റൂ? തലമുറയെ മാറ്റുവാൻ, തലമുറയെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അടുത്തത് സ്തോത്രം. ഏലിയാവ് ചെന്ന് പറഞ്ഞു, ആദ്യം പോയി എനിക്കറിയില്ല. ഇന്നത്തെ ബുദ്ധിയുള്ള തലമുറയാണ് എന്ത് പറയും? ആക്കളി വേണ്ട, വെള്ളം വേണേ കൊടുത്താൽ അത് പിടിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടിയുണ്ട്.
ദൈവം എന്തുകൊണ്ട് സറാഫത്തിലെ വിധവയെ ഇത്രമാത്രം സ്നേഹിച്ചു? എനിക്ക് ആ ഒറ്റ പോയിന്റിലാണ് ഇഷ്ടപ്പെട്ടെ. അവളൊന്നും മിണ്ടിയില്ല. അവൾ പോയി അടയുണ്ടാക്കി, പട്ടിണിയ അടയുണ്ടാക്കി, അത് നേരെ ആർക്കും കൊണ്ട് കൊടുത്തു. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ അടയൊന്നും വന്നില്ല. ഈ അട ആർക്ക് കൊണ്ട് കൊടുത്തു? ദൈവപുരുഷൻ പറഞ്ഞനുസരിച്ച് കൊടുത്തു. എന്ന് പ്രിയ മക്കളെ, ദൈവസഭയെ അനുസരിക്കുന്നെങ്കിൽ ദൈവസഭ നിന്നെ അനുസരിപ്പിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. നീ കീഴ്പ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ. നിനക്ക് ഭരിക്കാനുള്ളതല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് കീഴ്പ്പെടുവാനുള്ളതാണ്. നീ പലയിടത്തും ഭരിക്കുന്ന ആളാവാൻ, ചിലപ്പോൾ നീ വലിയ കഴിവുള്ളവനാവാം, നിനക്ക് വലിയ വിദ്യാഭ്യാസം കാണാം, ബുദ്ധി ജ്ഞാനം കാണാം. പക്ഷെ ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ നീ കീഴ്പ്പെട്ടിരിക്കണം. ആരെയാ കീഴ്പ്പെടുന്നത്? ദൈവസഭയെ കീഴ്പ്പെടണം. നിന്റെ കാട്ടി വലിയ വിദ്യാഭ്യാസമോ കഴിവൊന്നും കാണത്തില്ലായിരിക്കും പാസ്റ്ററിന്. ദൈവപുരുഷന് കീഴ്പ്പെടണം. ദൈവപുരുഷൻ സഭയ്ക്ക് കീഴ്പ്പെട്ടെങ്കിൽ നിശ്ചയമായി നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. നീ ഭയപ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നീ ഭയപ്പെട്ടിരിക്കണം. അവിടെ നീ കീഴ്പ്പെടണം. നിനക്ക് പല ബുദ്ധിയുണ്ട്. ബുദ്ധിയെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണോ? ദൈവസഭയ്ക്ക് കീഴ്പ്പെടണം. കീഴ്പ്പെടുന്നെങ്കിൽ നിശ്ചയമായി നീ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഉപദേശിക്കുവാനും പലർക്കും യോഗ്യതയില്ല, കീഴ്പ്പെടുന്നില്ല. അതുകൊണ്ട് സ്തോത്രമാലയ ഇന്ന് സഭയിൽ പരിഹാസമാവുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സഭയ്ക്കകത്ത് ഒരു സംസാരം ഉണ്ടായാൽ ഈ സഭ പറഞ്ഞു തീർക്കേണ്ട സമയം, പറഞ്ഞു തീർക്കേണ്ടത് പുറത്തറിയുന്ന എങ്ങനെ? പുറത്തറിയുന്ന ഇതിനകത്ത് ഈ സഭയെ പേടിയില്ലാത്തവൻ ഈ സഭയ്ക്കകത്ത് എന്തുകൊണ്ടൊരു വേട്ടാവളി എടുത്തങ്ങ് വീഡിയോ എടുക്കും ഇല്ലയോ? ഇതെടുത്ത് പുറത്തെടുക്കും. ഈ സഭയെ എന്തുവാ? ഈ സഭയല്ല നീ നാട്ടിക്കുന്നത്. ആരെയാ നാട്ടിക്കുന്നത്? കർത്താവായ യേശുവിനെ. നിന്റെ കുടുംബം ശാപിക്കപ്പെട്ടു പോത്തേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ട് പറയാം. നിനക്ക് വീഡിയോ എടുക്കേണ്ട സ്ഥലമല്ലത്. സ്തോത്രം. നിന്റെ സഭയിൽ അവസ്ഥവശാൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അത് സഭ തീർക്കണം. സഭ പറഞ്ഞു തീർത്തോണം. സഭയ്ക്ക് കീഴ്പ്പെട്ട് സഭയ്ക്കകത്ത് പറഞ്ഞു തീർത്തോണം. അതാണ് ബൈബിള്. അല്ലാതെ സഭയ്ക്കകത്ത് നടക്കുന്ന വിഷയങ്ങള് അത് വീഡിയോ എടുത്ത് ക്ലിപ്പാക്കി ഇടുന്ന നിന്റെ കുടുംബത്തെയാണ് ദൈവം ആദ്യം ന്യായം വിധിക്കാൻ പോകുന്നത്. നീ ഓർക്കുന്ന മിടുക്കനാന്ന, നീ അങ്ങ് എടുത്തപ്പോ ഇത് മിടുക്കനായെന്ന്. ഞാൻ പലപ്പോഴും പറയാം, അങ്ങനെ കലകൊണ്ടാക്കുന്ന സഭയോട് ഞാൻ യോജിപ്പേയില്ല. ഒരെന്ന് പറയുക പാസ്റ്ററേലും അതിനോട് യോജിപ്പുണ്ട്, ഒരിക്കലും അല്ല. അങ്ങനെ കലകൊണ്ടാക്കുന്ന സഭയെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പാസ്റ്റർമാർക്ക് ബഹുമാനം കൊടുക്കാത്ത സഭയെ എനിക്ക് ഇഷ്ടമല്ല. കമ്മിറ്റിയെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കൊണ്ടുപോകുന്ന കമ്മിറ്റിയുള്ള സഭയെങ്കിൽ അവര് ശപിക്കപ്പെട്ടവനാണ്, തലമുറ ശപിക്കപ്പെട്ടതാണ്. ഒരു കമ്മിറ്റി ഒന്നുമില്ല സഭയ്ക്കകത്ത്. സഭയ്ക്കകത്ത് വന്ന് ആരാധിക്കുക, കീഴ്പ്പെടുക, സഭയ്ക്കകത്ത് കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, തലമുറയെ മനസ്സിലാക്കുക, അതിനെ അനുസരിച്ച് ജീവിച്ചാൽ ഈ തലമുറ നീ ചെയ്യുന്നത് നിന്റെ തലമുറ ചെയ്യും. സഭയ്ക്കകത്ത് നിന്റെ തലമുറ ഇതെല്ലാം കണ്ടുകൊണ്ടാ വളരുന്നത്. നമ്മളവർക്ക് കൊച്ചൊന്നും അല്ല, ഇത് കണ്ടുകൊണ്ടാ വളരുന്നത്. നാളെ അവരെ ചെയ്യും. ഇതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനത്തിന് കീഴ്പ്പെടണം, ദൈവസഭയെ ഭയപ്പെടണം. സ്തോത്രം, സ്തോത്രം. അല്ലാതെ സ്തോത്രം സഭയ്ക്കെതിരെ നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദൈവദാസനെതിരെ നീ സംസാരിക്കാൻ തുടങ്ങും. മാതൃകയില്ലാത്ത ദൈവദാസന്മാർക്ക് ഇതെല്ലാം വരും. മാതൃകയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ആ ദൈവസഭയെ കീഴ്പ്പെട്ടോണം, അതിനെ അനുസരിച്ചോണം, ഭയത്തോടെ പൊക്കോണം. നിശ്ചയമായി നമ്മളെ തലമുറയെ അനുഗ്രഹിക്കും. ദേവദാസൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആര് ചോദിച്ചു? ദൈവം ചോദിച്ചു. അവന്റെ തലമുറ ദൈവം തൊട്ടോളൂ. സ്തോത്രം. അവൻ നീതിയോട് നിൽക്കുന്നെങ്കിൽ അവന്റെ തലമുറ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം. ഇത് ക്യാമറയെ പകർത്തിയിട്ട് ക്ലിപ്പായിട്ട് ഇട്ട് സ്തോത്രം. അപ്പോൾ സഭയെ തന്നെ സഭയെ എന്ത് ചെയ്യുക? ഒറ്റിക്കൊടുക്കുക, അല്ലേ? സ്തോത്രം. യൂദയുടെ അപ്പനായിട്ട് വരും. യൂദയുടെ അപ്പനായിട്ട് വരും. ഇതെല്ലാം എടുത്തോണ്ട് പോകുമ്പോഴും ഇതെല്ലാം ഇട്ടിട്ട് അങ്ങ് ചിരിയ. ഇത് കണ്ടു തിരിക്കുന്നവനുണ്ടല്ലോ, അതിലും ശമിക്കപ്പെടും. ഉണ്ടോ? ഞാൻ പറയാമല്ലോ, കണ്ടു തിരിക്കുന്നവന്മാരുണ്ട്. ഓ അവിടെ നടക്കുന്ന സ്തോത്രം. നാളെ നിന്റെ സഭയിലും കയറി തരും. അങ്ങനത്തെ തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിന് നീ കരയുക വേണ്ടേ? നെഹെമ്യാവ് മതിലിടിച്ച് കളഞ്ഞപ്പോൾ നെഹെമ്യാവ് കരഞ്ഞു. അവൻ ഇരിക്കാൻ വയ്യ. ദൈവജനത്തെ തൊട്ട് ദൈവജനത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇരിക്കാൻ വയ്യ. അവൻ ഓടി വരുക. ഇവിടോട്ട് വരുക. ആ എരിവ് ആർക്കുണ്ടാവണം? ഓരോ സഭ പൊളിയുമ്പോൾ ഓരോ ആ ദൈവദാസൻ അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ ആ സഭയ്ക്ക് അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ. നീ മുഴങ്കാലം വഴക്കെ പ്രാർത്ഥിച്ചോണം. കാര്യം എന്തുവാ? ഇതെന്റെ സഭയിലും വരാം. പുതിയ തലമുറയാ വളർന്നുകൊണ്ടിരിക്കുക. ഈ തലമുറ ഇങ്ങനെ വളർന്നിട്ട് കാര്യമില്ല. ഈ തലമുറ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ കീഴ്പ്പെടണം. എങ്കിൽ മാത്രമേ സഭ അനുഗ്രഹപ്പെടത്തുള്ളൂ. പ്രാർത്ഥിച്ചോണം.
ഇതെങ്ങനെ ഒരു സഭ മറ്റൊരു സഭ വന്നു കഴിഞ്ഞാൽ സഭയെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഏതാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അടിക്കുന്ന പോലെ അടിക്കുന്നത്. ഈ സമയം ഇവിടെ വരാൻ പാടില്ല, ഒരു ദിവസം പോലും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അല്ലെങ്കിൽ ഇതിനപ്പുറത്തെ കാര്യങ്ങൾ വരും, ഇല്ലയോ? ഇന്ന് പ്രിയ ദൈവമക്കളെ, അവള് വേറെ ഒറ്റ കാര്യം പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി സാറാപത്തിലെ വിധവയെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ഒറ്റ ക്വാളിറ്റി. കാര്യം എന്തുവാ? ദൈവപുരുഷൻ പറഞ്ഞു, അവൾ അനുസരിച്ചു. അവള് മോന്റെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തില്ല. മോനെ നമ്മൾ കഴിക്കായിരുന്ന അപ്പോ കൊടുക്കാൻ പോകുന്നൊന്നും ഡിസ്കസ് ചെയ്തില്ല. അവർക്ക് ദൈവപുരുഷനെ ഭയമായി. അതുകൊണ്ടാണ് ദൈവം അവളെ ഭവനത്തിലേക്ക് അയച്ചത്. ആ ദേശത്ത് അനേകം വിധവമാരും അവരുടെ ഭവനത്തിലേക്കല്ല അയച്ചത്, അസ്തോത്രമാരിലെ സറാപത്തിലെ വിധവയുടെ വീട്ടിലേക്ക് അയച്ചത്. അതേപോലെ ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് പറയുക, നമ്മൾ ഇരിക്കുന്ന ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്. നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവവചന പ്രകാരം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പരിശുദ്ധ ദൈവം വിളിച്ചു പറയുക, ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് സറാപത്തിലെ വിധവയുടെ ഭവനത്തിൽ ഇറങ്ങി വന്നതുപോലെ ദൈവപുരുഷന്റെ ഭവനത്തിലേക്ക് വരിക. ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭവനത്തിലേക്ക് വരിക. നിന്റെ ആവശ്യങ്ങളെ അറിയുക, നിന്റെ സങ്കടങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ കഷ്ടങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ മുൻവിധികളെ മാറ്റുന്ന ദൈവം, നീ പരിഹാസമായി നിൽക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായ ഒരു മറുപടി തരുന്ന ദൈവം, നിന്റെ രോഗത്തെ മാറ്റുന്ന ദൈവം, നിന്റെ കടപ്പാടങ്ങളെ മാറ്റുന്ന ദൈവം, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരുന്ന ഒരു ദൈവം, നിനക്ക് ജോലി തരുന്ന ഒരു ദൈവം, നിനക്ക് ഭവനം തരുന്ന ഒരു ദൈവം, നിനക്ക് സഭ തരുന്ന ഒരു ദൈവം. ഈ സഭയിലേക്ക് ഇറങ്ങി വരുമോ? നീ കാത്തിരിക്കണമെങ്കിൽ, നിന്റെ മധ്യയിൽ വിശുദ്ധിയോട് ഇരിക്കണമെങ്കിൽ, പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മധ്യയിൽ ഇറങ്ങി വരുമോ? വിശ്വസിക്കുന്നത് എല്ലാ ദൈവവും എഴുന്നേക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പ്രതീക്ഷിച്ചു കൊടുക്കാം. കർത്താവിന്റെ സറാപത്തിലെ വിധവയുടെ വീട്ടിലേക്ക് അമികാലിലെ ദൈവത്തിന്റെ പുരുഷൻ വന്നു. അമികാലിലെ ദൈവത്തിന്റെ പുരുഷൻ പറഞ്ഞപ്പോൾ അവരത് അനുസരിച്ചതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കണ്ടതുപോലെ ഇന്ന് പകല് നമ്മളെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം കാണുക. നീ നിരാശപ്പെടണ്ട. നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവ് നിന്റെ ഭവനത്തെ കണ്ടിട്ടുണ്ട്. ഇന്ന് നിന്റെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്. ദേശത്ത് നിന്റെ നാട്ടിൽ ശ്രേഷ്ഠരായ അനേകർ ഉണ്ടായിരുന്നു. നിന്റെ നാട്ടിൽ ബുദ്ധിയുള്ളവരുണ്ട്, നിന്റെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നിന്റെ നാട്ടിൽ ധനമുള്ളവരുണ്ട്, നിന്റെ നാട്ടിൽ സൗന്ദര്യമുള്ളവരുണ്ട്. അവർക്കൊന്നും കഴിയാത്ത ഭാഗ്യം നിനക്ക് ലഭിച്ചത് നീ മനസ്സുകൊണ്ട് കർത്താവിനെ ഏറ്റെടുത്തതുകൊണ്ട്, നിന്നെ സ്വന്തം രക്ഷിതാവായ യേശുവിനെ ഏറ്റെടുത്തതുകൊണ്ട്, നിന്റെ ഭവനത്തെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ടതുകൊണ്ട് ഇന്ന് പറഞ്ഞ നീ എവിടെ ഇരുന്നാലും ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും ഇന്ന് നിന്റെ ഭവനത്തിൽ കർത്താവ് ഇറങ്ങി വരുക. ഇന്ന് വിശ്വസിക്ക്, നിന്റെ ഭാരത്തെ, സങ്കടങ്ങളെ, പ്രതികൂലങ്ങളെ ഇന്ന് പകൽ കളയുന്നത് യേശു ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരിക. വിശ്വസിക്ക്, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കാൻ പോവുക. വിശ്വസിക്ക്, നിന്റെ ശരീരത്തിനകത്ത് വിടുതൽ നടക്കാൻ പോവുക. വിശ്വസിക്ക്, ദൈവത്തിന്റെ അത്ഭുതം നീ നിന്റെ കുടുംബ പരമ്പരയെ അനുഭവിക്കാൻ പോവുക. വാതിൽ പുതുതായി തുറക്കാൻ പോവുക. സഭയ്ക്കകത്ത് ദൈവജനത്തിനകത്ത് തുറയ്ക്കുക. വിശ്വസിക്ക്, ഏറ്റെടുക്കണമേ ദൈവത്തിന്റെ